കാലത്തിന്റെ ചക്രഗതിയിൽ ചില നിമിഷങ്ങൾ ശാന്തമായി കടന്നുപോകാറുണ്ട്. എന്നാൽ മറ്റു ചിലവ പ്രപഞ്ചത്തെ പോലും നടുക്കുന്ന വലിയ കൊടുങ്കാറ്റുകൾക്ക് വഴിമാറുന്നു. വരാനിരിക്കുന്ന ആ 5 ദിവസങ്ങൾ വെറുമൊരു സാധാരണ തീയതികളല്ല. ആകാശമണ്ഡലത്തിൽ വലിയൊരു അട്ടിമറിക്ക് സമയമായിരിക്കുന്നു എന്നാണ് ജ്യോതിശാസ്ത്രം നൽകുന്ന സൂചന. പ്രപഞ്ചത്തിന്റെ കർമ്മഫലദാതാവായ ശനിദേവനും യുദ്ധത്തിന്റെ അധിപനായ ചൊവ്വയും ഒരേ സമയം ചില നക്ഷത്രവീഥികളിലേക്ക് തങ്ങളുടെ കരിനിഴൽ വീഴ്ത്താൻ പോകുന്നു. അതെ, ഈ വരുന്ന ജൂൺ 26 മുതൽ 30 വരെയുള്ള ആ നിർണായക ദിനങ്ങളിൽ വിധി കാത്തുവച്ചിരിക്കുന്നത് അത്ര ശുഭകരമായ കാര്യങ്ങളല്ല. പലരും ചിന്തിക്കുന്നുണ്ടാകാം, ഇതൊരു സാധാരണ ഗ്രഹമാറ്റമല്ലേ എന്ന്. എന്നാൽ പുരാണങ്ങളുടെ താളുകൾ മറിച്ചു നോക്കിയാൽ ഈ 5 ദിവസങ്ങൾക്ക് ഭയമുണർത്തുന്ന മറ്റൊരു മുഖം കൂടിയുണ്ട്. പ്രകൃതിയുടെ സംഹാരരുദ്രൻ ഉണരുന്ന രുദ്രദണ്ഡകാലം എന്നാണ് ഈ സമയത്തെ ആചാര്യന്മാർ വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ ജീവിക്കുന്ന 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതവും ദാരുണവുമായ ചില പരീക്ഷണങ്ങൾ കാത്തിരിപ്പുണ്ട്. അത് നിങ്ങളുടെ ധനത്തെയോ മാനത്തെയോ എന്തിന് ജീവനെപ്പോലുമോ ബാധിച്ചേക്കാം. ആകാശത്തെ ഈ ഗ്രഹയുദ്ധം ഭൂമിയിൽ ചോര ചിന്തുന്ന അപകടങ്ങൾക്കും വലിയ ചതികൾക്കും കാരണമാകുമെന്നാണ് പ്രവചനം. ആരാണ് ആ 8 ഭാഗ്യദോഷികളെന്ന് തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ തന്നെ ആവശ്യമാണ്. പാലാഴി മഥനത്തിന്റെ കഥ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകും. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനായി മന്ദരപർവ്വതം മത്താക്കി വാസുകി എന്ന നാഗരാജാവിനെ കയറാക്കി കടലിൽ താഴ്ത്തിയ ആ നിമിഷം. എന്നാൽ അമൃത് ഉയർന്നു വരുന്നതിന് തൊട്ടുമുൻപ് ആ പ്രപഞ്ചത്തെ മുഴുവൻ വിഴുങ്ങാൻ തക്കവണ്ണം കഠിനമായൊരു പുകപടലം അവിടെ രൂപപ്പെട്ടു. അതായിരുന്നു പ്രപഞ്ചത്തിലെ ഏറ്റവും മാരകമായ കാലകൂട വിഷം. അതിന്റെ ചൂടേറ്റ് സമസ്ത ജീവജാലങ്ങളും ഉരുകിത്തീരാൻ തുടങ്ങിയപ്പോൾ പ്രപഞ്ചനാഥനായ പരമശിവൻ ആ വിഷം മുഴുവൻ കുടിച്ചിറക്കുകയായിരുന്നു. ഭൂമിയെ രക്ഷിക്കാൻ ആ വിഷക്കനലുകൾ അദ്ദേഹം തന്റെ തൊണ്ടയിൽ ഒതുക്കി നിർത്തി. കാലങ്ങൾക്കിപ്പുറം ആകാശത്ത് ചില പ്രത്യേക ഗ്രഹങ്ങളുടെ സംഗമം നടക്കുമ്പോൾ ഭഗവാന്റെ കണ്ഠത്തിലെ ആ വിഷക്കനലുകൾ വീണ്ടും ജ്വലിച്ചുയരുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഈ വരുന്ന ജൂൺ 26 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. ആ മാരകമായ വിഷത്തിന്റെ അംശങ്ങൾ ആകാശമണ്ഡലത്തിലൂടെ ചില പ്രത്യേക നക്ഷത്രങ്ങളിലേക്ക് നേരിട്ട് പതിക്കാൻ പോവുകയാണ്. ഇതിന്റെ ഫലമായി പ്രധാനമായും 4 തരം ദുരന്തങ്ങളാണ് ഭൂമിയിൽ വിതയ്ക്കപ്പെടുക. ചോര ചിന്തുന്ന വാഹന അപകടങ്ങൾ, ഏറ്റവും വിശ്വസ്തരിൽ നിന്നുള്ള ചതി, കുടുംബം തകർക്കുന്ന കടുത്ത മാനഹാനി, പെട്ടെന്നുണ്ടാകുന്ന മാരകമായ ശാരീരിക അസ്വസ്ഥതകൾ എന്നിവയാണവ. ഈ അഗ്നിപരീക്ഷയിലേക്ക് ആദ്യം നടന്നു കയറുന്നത് മരണദേവന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ആ നക്ഷത്രക്കാരാണ്. നക്ഷത്രമണ്ഡലത്തിലെ 2ാമത്തെ കണ്ണിയായ ഭരണിയിൽ നിന്നാണ് ഈ ദുരന്തങ്ങളുടെ പരമ്പര ആരംഭിക്കുന്നത്. ഈ നക്ഷത്രത്തിന്റെ അധിപൻ ആരാണെന്നറിയാമോ? സാക്ഷാൽ മരണത്തിന്റെ ദേവനായ യമധർമ്മരാജാവാണ് ഭരണിയെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ജൂൺ 26 മുതൽ ഇവരുടെ സമയദോഷം അതിന്റെ ഏറ്റവും കഠിനമായ അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇരുമ്പ് സാധനങ്ങളിൽ നിന്നോ വലിയ യന്ത്രങ്ങളിൽ നിന്നോ ഉള്ള പരിക്കുകൾ, ഉയരങ്ങളിൽ നിന്നുള്ള കഠിനമായ വീഴ്ചകൾ എന്നിവ ഇവരെ തേടിയെത്താം. 16 വയസ്സ് മാത്രം ആയുസ്സുണ്ടായിരുന്ന മാർക്കണ്ഡേയ മഹർഷിയുടെ ജീവനെടുക്കാൻ യമദേവൻ പാശവുമായി എത്തിയത് ഒരു ഭരണിക്കാലത്തായിരുന്നു എന്നാണ് പുരാണം പറയുന്നത്. അന്ന് ആ ബാലൻ ഭയന്നോടി ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതുകൊണ്ട് മാത്രമാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് യമനെ നിഗ്രഹിച്ചതും അവന് ചിരഞ്ജീവിത്വം നൽകിയതും. എന്നാൽ ഇന്ന് നമുക്ക് മുന്നിൽ അങ്ങനെ രക്ഷിക്കാൻ ഭഗവാൻ നേരിട്ട് വരുമെന്ന് കരുതരുത്. അതുകൊണ്ട് ഈ 5 ദിവസങ്ങളിൽ ഭരണിക്കാർ ദൂരയാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഇരുട്ടിന്റെ യാമങ്ങളിലുള്ള രാത്രികാല യാത്രകൾ പാടേ പാടില്ല. ഈ കരിനിഴൽ അടുത്തതായി ബാധിക്കുന്നത് നാഗങ്ങളുടെ ശക്തി ഒളിപ്പിച്ച മറ്റൊരു നക്ഷത്രത്തെയാണ്. സർപ്പങ്ങളുടെ പൂർണ്ണമായ സ്വാധീനമുള്ള ആയില്യം നക്ഷത്രക്കാരാണ് അടുത്തതായി കടുത്ത പരീക്ഷണങ്ങളെ നേരിടാൻ പോകുന്നത്. ഈ 5 ദിവസങ്ങളിൽ രാഹുവിന്റെയും ശനിയുടെയും ദോഷകരമായ കൂട്ടുകെട്ട് ഇവരുടെ ജീവിതത്തിലേക്ക് വലിയൊരു കരിനിഴൽ വീഴ്ത്തും. അപ്രതീക്ഷിതമായ വിശ്വാസവഞ്ചനയാണ് ഇവരെ കാത്തിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത്. കൂടെ നിൽക്കുന്നവർ തന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന അവസ്ഥയുണ്ടാകും. നിങ്ങളുടെ അതീവ രഹസ്യമായ കാര്യങ്ങൾ പോലും ശത്രുക്കൾ പരസ്യമാക്കാൻ ഈ സമയം കാരണമാകും. മഹാഭാരതത്തിലെ പരീക്ഷിത്ത് മഹാരാജാവിന്റെ കഥ ഇതിനൊരു വലിയ ഉദാഹരണമാണ്. തക്ഷകൻ എന്ന സർപ്പശ്രേഷ്ഠന്റെ കടിയേറ്റ് രാജാവ് മരണപ്പെടുമെന്ന ശാപമുണ്ടായപ്പോൾ അദ്ദേഹം സകല സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഒരു 7 നില മാളികയ്ക്കുള്ളിലാണ് കഴിഞ്ഞത്. എന്നാൽ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. ഒരു ചെറിയ പഴത്തിനുള്ളിലെ പുഴുവിന്റെ രൂപത്തിൽ ഒളിച്ചിരുന്ന് തക്ഷകൻ രാജാവിനെ ദംശിക്കുക തന്നെ ചെയ്തു.
വിധി നിശ്ചയിച്ച അപകടങ്ങൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ വരൂ എന്നതിന്റെ തെളിവാണിത്. അതുകൊണ്ട് ആയില്യക്കാർ ഈ ദിവസങ്ങളിൽ അപരിചിതർ നൽകുന്ന ആഹാരങ്ങൾ കഴിക്കരുത്. സാമ്പത്തിക രേഖകളിൽ ഒപ്പിടുമ്പോൾ 100 വട്ടം ആലോചിക്കണം. എന്നാൽ ഇതിനേക്കാൾ വലിയൊരു പതനമാണ് ദേവരാജാവിന്റെ നക്ഷത്രത്തെ കാത്തിരിക്കുന്നത്. ജ്യേഷ്ഠ നക്ഷത്രം എന്ന് സംസ്കൃതത്തിൽ വിളിക്കപ്പെടുന്ന തൃക്കേട്ടയാണ് അടുത്ത ഇര. ഈ നക്ഷത്രത്തിന്റെ നാഥൻ മറ്റാരുമല്ല, സാക്ഷാൽ ദേവരാജാവായ ഇന്ദ്രനാണ്. അമിതമായ അഹങ്കാരവും ആത്മവിശ്വാസവും കാരണം ഇന്ദ്രന് പലപ്പോഴും തന്റെ സർവ്വ പദവികളും നഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഈ വരുന്ന 5 ദിവസങ്ങളിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഇന്ദ്രന്റെ അതേ പഴയ അവസ്ഥയുണ്ടാകാനാണ് സാധ്യത കൂടുതൽ. ജോലിസ്ഥലത്ത് പെട്ടെന്നുണ്ടാകുന്ന തരംതാഴ്ത്തലുകൾ, കള്ളക്കേസുകളിൽ ചെന്നുചാടുക, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി കടുത്ത തർക്കങ്ങളിൽ ഏർപ്പെട്ട് ജോലി തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥ എന്നിവ ഇവരെ തേടിയെത്താം. ഒരിക്കൽ ദുർവാസാവ് മഹർഷി ഇന്ദ്രന് വലിയൊരു ദിവ്യമാല സമ്മാനിച്ച കഥ പുരാണത്തിലുണ്ട്. എന്നാൽ ഐശ്വര്യത്തിന്റെ മതത്തിൽ ഇന്ദ്രൻ ആ മാല തന്റെ ഐരാവതം എന്ന ആനയുടെ കൊമ്പിലാണ് ഇട്ടത്. ആന അത് വലിച്ചു നിലത്തിട്ട് ചവിട്ടി നശിപ്പിച്ചു. കോപിഷ്ഠനായ മഹർഷി, നിന്റെ സകല ഐശ്വര്യങ്ങളും നശിച്ചുപോകട്ടെ എന്ന് ഇന്ദ്രനെ ശപിച്ചു. അതോടെ ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം നഷ്ടപ്പെടുകയും ദേവലോകം അസുരന്മാർ കീഴടക്കുകയും ചെയ്തു. നിങ്ങളുടെ നാവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് തൃക്കേട്ടക്കാർ ഓർക്കണം. ഈ ദിവസങ്ങളിൽ ആരോടും തർക്കിക്കാൻ നിൽക്കരുത്. എന്നാൽ ജലത്തിന്റെ ദേവത അടുത്ത നക്ഷത്രക്കാർക്കായി ഒരുക്കുന്നത് ഇതിലും വലിയ കെണിയാണ്. ജലത്തിന്റെ അധിപതിയായ അബസ് ദേവതയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള പൂരാടം നക്ഷത്രക്കാരാണ് അടുത്തതായി അപകടത്തിന്റെ വക്കിൽ നിൽക്കുന്നത്. വെള്ളവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഈ വരുന്ന 5 ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ച് ഒട്ടും അനുകൂലമല്ല. ശക്തമായ അടിയൊഴുക്കുകളിൽ പെടുക, കിണറോ കുളമോ വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ എന്നിവ ഇവരെ വിഴുങ്ങിയേക്കാം. ഇതുകൂടാതെ ശരീരത്തിൽ പെട്ടെന്ന് നീർക്കെട്ടുണ്ടാകുകയോ വൃക്ക സംബന്ധമായ കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾ തലപൊക്കുകയോ ചെയ്യാം. രാമായണത്തിലെ വാലിയുടെയും സുഗ്രീവന്റെയും കഥ ഇതിന് വ്യക്തമായ ഒരു സൂചന നൽകുന്നുണ്ട്. മായാവി എന്ന അസുരനെ തുരത്താൻ വേണ്ടി വാലി പോയത് വലിയൊരു ഗുഹയ്ക്കുള്ളിലേക്കാണ്. എന്നാൽ ഗുഹയിൽ നിന്ന് ചോരയൊഴുക്കി വരുന്നത് കണ്ട് വാലി മരിച്ചെന്ന് തെറ്റിദ്ധരിച്ച സുഗ്രീവൻ ആ ഗുഹാമുഖം വലിയൊരു പാറ കൊണ്ട് അടച്ചുകളഞ്ഞു. ആലോചിക്കാതെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളെ വലിയൊരു കെണിയിൽ കൊണ്ട് ചെന്നെത്തിക്കും എന്നതിന്റെ തെളിവാണിത്. അതുകൊണ്ട് പൂരാടം നക്ഷത്രക്കാർ ഈ ദിവസങ്ങളിൽ പുഴകളിലോ കടലിലോ ഇറങ്ങി നീന്താൻ നിൽക്കരുത്. മഴയത്തുള്ള യാത്രകളും പരമാവധി ഒഴിവാക്കുക. എന്നാൽ ഇതിലും ഭീകരമായ വായുകോപമാണ് അടുത്ത നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. രാഹുവിന്റെ കടുത്ത സ്വാധീനമുള്ള കാറ്റിന്റെ നാഥനായ വായുദേവൻ അധിപനായിരിക്കുന്ന ചോതി നക്ഷത്രമാണ് അടുത്ത ലക്ഷ്യം. ഈ പ്രത്യേക കാലയളവിൽ ശനിദേവന്റെ 3ാം ദൃഷ്ടി ചോതി നക്ഷത്രത്തിലേക്ക് നേരിട്ടാണ് വന്നുപതിക്കുന്നത്. കൊടുങ്കാറ്റിൽപ്പെടുക, മരം വീണ് പരിക്കേൽക്കുക തുടങ്ങിയ പ്രകൃതിദത്തമായ അപകടങ്ങൾ ഇവരെ തേടിയെത്താം. അതുമാത്രമല്ല, തെരുവുനായകളുടെയോ മറ്റ് വന്യമൃഗങ്ങളുടെയോ കടുത്ത ആക്രമണങ്ങൾക്കും ശ്വാസകോശ സംബന്ധമായ പെട്ടെന്നുള്ള രോഗങ്ങൾക്കും ഈ സമയം കാരണമാകും. ഹനുമാൻ സ്വാമി ലങ്കയിലേക്ക് കടൽ ചാടിക്കടക്കുന്ന ആ നിമിഷം ഓർക്കുക. സിംഹിക എന്ന ക്രൂരയായ രാക്ഷസി അദ്ദേഹത്തിന്റെ നിഴലിനെ ബലമായി പിടിച്ച് നിർത്തിവിഴുങ്ങാൻ ശ്രമിച്ച ഒരു കഥ രാമായണത്തിലുണ്ട്. അതുപോലെ ചോതി നക്ഷത്രക്കാരുടെ ഉയർച്ചയെ തടയാൻ അവരുടെ നിഴലിനെ പോലും നശിപ്പിക്കാൻ പോന്ന ശക്തരായ ശത്രുക്കൾ ഈ 5 ദിവസങ്ങളിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചോതിക്കാർ കാറ്റും മഴയും ഉള്ളപ്പോൾ വലിയ മരങ്ങളുടെ ചുവട്ടിലോ പഴയ കെട്ടിടങ്ങളുടെ അരികിലോ പോയി നിൽക്കരുത്. മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ കടുത്ത ജാഗ്രത പുലർത്തണം. എന്നാൽ പ്രപഞ്ച നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് വരുണദേവൻ നൽകുന്ന ശിക്ഷ ഇതിലും കഠിനമായിരിക്കും. 100 നക്ഷത്രങ്ങളുടെ വീര്യമുള്ള ചതയം നക്ഷത്രമാണ് അടുത്തതായി വിധിക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇതിന്റെ അധിപൻ പ്രപഞ്ചത്തിലെ നിയമങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന വരുണദേവനാണ്. പ്രപഞ്ച നിയമങ്ങളെ ലംഘിക്കുന്നവരെ കഠിനമായി ശിക്ഷിക്കുന്ന ദേവനാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ചതയം നക്ഷത്രക്കാർ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം നടത്തിയാൽ അതിന് കനത്ത വില നൽകേണ്ടി വരും. വലിയ നിയമക്കുരുക്കുകൾ, പോലീസ് സ്റ്റേഷനും കോടതിയും കയറേണ്ടി വരുന്ന അവസ്ഥ, വലിയ തുക പിഴയായി ഒടുക്കേണ്ടി വരിക എന്നിവ ഇവരെ തേടിയെത്താം. ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ പുരാണ കഥയിൽ വരുണദേവന്റെ കടുത്ത ശാപം കാരണം സ്വന്തം മകനായ രോഹിതാശ്വനെ ബലി നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും വ്യതിചലിച്ചാൽ വരുണൻ എത്ര വലിയ രാജാവാണെങ്കിലും കഠിനമായി ശിക്ഷിക്കും എന്നതിന്റെ വലിയൊരു തെളിവാണിത്. അതുകൊണ്ട് ചതയ നക്ഷത്രക്കാർ ഈ 5 ദിവസങ്ങളിൽ ട്രാഫിക് നിയമങ്ങൾ ഒട്ടും തെറ്റിക്കരുത്.
നികുതി കാര്യങ്ങളിലോ ബിസിനസ് രേഖകളിലോ യാതൊരുവിധ കള്ളത്തരങ്ങൾക്കും ഈ ദിവസങ്ങളിൽ മുതിരരുത്. എന്നാൽ അടുത്തതായി വിശ്വദേവന്മാർ പരീക്ഷിക്കാൻ പോകുന്നത് ധർമ്മത്തിന്റെ വഴിയിൽ നടക്കുന്ന മറ്റൊരു നക്ഷത്രത്തെയാണ്. വിശ്വദേവന്മാർ അധിപന്മാരായിരിക്കുന്ന ഉത്രാടം നക്ഷത്രമാണ് അടുത്തതായി വലിയൊരു പരീക്ഷണഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഈ ദിവസങ്ങളിൽ സൂര്യന്റെ കടുത്ത പ്രഭാവവും ശനിദേവന്റെ ശത്രുതാപരമായ വീക്ഷണവും ഉത്രാടം നക്ഷത്രക്കാരെ മാനസികമായും ശാരീരികമായും അല്പം തളർത്തിയേക്കാം. ഹൃദയ സംബന്ധമായ പെട്ടെന്നുള്ള അസ്വസ്ഥതകൾ, സൂര്യാഘാതം ഏൽക്കുക, അല്ലെങ്കിൽ സ്വന്തം പിതാവുമായോ കുടുംബത്തിലെ മുതിർന്ന വ്യക്തികളുമായോ ഉള്ള കടുത്ത അകൽച്ച എന്നിവ ഈ സമയത്ത് ഇവരെ തേടിയെത്താം. മഹാഭാരതത്തിൽ ദാനശൂരനായ കർണന്റെ കവചകുണ്ടലങ്ങൾ ഇന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ വന്ന് ചതിച്ചെടുക്കുന്ന ഒരു കഥയുണ്ട്. കർണന്റെ ഉദാരമനസ്കതയെയും നന്മയെയുമാണ് അവിടെ ഇന്ദ്രൻ ചൂഷണം ചെയ്തത്. അതുപോലെ ഉത്രാടം നക്ഷത്രക്കാരുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്ത് അവരെ വലിയൊരു സാമ്പത്തിക കെണിയിലോ നിയമക്കുരുക്കിലോ വീഴ്ത്താൻ അടുത്ത സുഹൃത്തുക്കൾ പോലും ശ്രമിച്ചേക്കാം. അതുകൊണ്ട് ഉത്രാടം നക്ഷത്രക്കാർ ഈ ദിവസങ്ങളിൽ നെഞ്ചിലോ തലയിലോ ചെറിയൊരു അസ്വസ്ഥത തോന്നിയാൽ പോലും ഒട്ടും മടിക്കാതെ ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കുക. ഈ 5 ദിവസങ്ങളിൽ ആർക്കും വേണ്ടി വലിയ ജാമ്യങ്ങളോ ഗ്യാരണ്ടികളോ നിൽക്കാൻ പോകരുത്. എന്നാൽ ഇതിനേക്കാൾ ഭയക്കേണ്ടത് പാരമ്പര്യത്തിന്റെ വഴിയിൽ നിന്നുണ്ടാകുന്ന കോപത്തെയാണ്. കേതുവിന്റെ കടുത്ത സ്വാധീനമുള്ള മൺമറഞ്ഞു പോയ പൂർവികർ അഥവാ പിതൃക്കൾ ദേവതയായിട്ടുള്ള മകം നക്ഷത്രമാണ് 8ാമതായി ഈ പട്ടികയിലുള്ളത്. രാജകീയ പ്രൗഢിയുള്ള നക്ഷത്രമായിട്ടാണ് മകത്തെ പൊതുവെ കരുതാറുള്ളതെങ്കിലും ഈ വരുന്ന 5 ദിവസങ്ങളിൽ ഇവരുടെ ഗ്രഹപിഴ വളരെ കൂടുതലാണ്. പാരമ്പര്യ സ്വത്തുക്കളെ ചൊല്ലി സ്വന്തം കുടുംബത്തിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകുക, മക്കളുടെ ആരോഗ്യത്തെക്കുറിച്ച് കടുത്ത ആശങ്കകൾ വരിക, മനസ്സിന്റെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെടുക എന്നിവയാണ് ഇവരെ കാത്തിരിക്കുന്ന പ്രധാന ദോഷങ്ങൾ. യയാതി മഹാരാജാവിന്റെ പുരാണ കഥ ഇതിന് അടിവരയിടുന്നുണ്ട്. പിതൃക്കളുടെയും മുതിർന്നവരുടെയും കടുത്ത ശാപം കാരണം ചെറുപ്പകാലത്തു തന്നെ അദ്ദേഹത്തിന് വാർദ്ധക്യം ബാധിക്കുകയുണ്ടായി. പിന്നീട് സ്വന്തം മകനായ പുരുവിന്റെ യൗവനം കടം വാങ്ങേണ്ടി വന്ന ഭീകരമായ അവസ്ഥയാണ് അദ്ദേഹത്തിനുണ്ടായത്. മുതിർന്നവരെ ബഹുമാനിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന തകർച്ചയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതുകൊണ്ട് മകം നക്ഷത്രക്കാർ ഈ ദിവസങ്ങളിൽ കുടുംബത്തിലെ മുതിർന്നവരോട് കയർത്ത് സംസാരിക്കരുത്. മൺമറഞ്ഞു പോയ പൂർവികരെ ഓർക്കാതിരിക്കരുത്. എന്നാൽ ഈ 8 നക്ഷത്രക്കാർക്കും പൊതുവായി കണ്ടുവരുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അത് തിരിച്ചറിയേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. ഈ പറയുന്ന 8 നക്ഷത്രക്കാർക്കും ഈ വരുന്ന 5 ദിവസങ്ങളിൽ തങ്ങളെ ദോഷങ്ങൾ ബാധിച്ചു തുടങ്ങി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില പ്രകൃതിദത്ത ലക്ഷണങ്ങളുണ്ട്. വലിയൊരു അപകടം വരുന്നതിന് മുൻപ് പ്രകൃതി നൽകുന്ന ചെറിയ സൂചനകളാണിവ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ യാതൊരു കാരണവുമില്ലാതെ വലിയ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാകാൻ തുടങ്ങും. ശാന്തമായിരുന്ന അന്തരീക്ഷം പെട്ടെന്ന് തകിടം മറിയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാം. അതുപോലെ വീട്ടിലെ അടുക്കളയിലോ മറ്റ് സ്ഥലങ്ങളിലോ വെച്ച് പാത്രങ്ങൾ കയ്യിൽ നിന്ന് അപ്രതീക്ഷിതമായി വീണുപൊട്ടുന്നത് ഒരു സ്ഥിരം കാഴ്ചയായി മാറും. നിങ്ങൾ വളർത്തുന്ന നായ്ക്കളോ പൂച്ചകളോ മറ്റ് മൃഗങ്ങളോ രാത്രികാലങ്ങളിൽ അകാരണമായി നിലവിളിക്കുകയോ പെട്ടെന്ന് രോഗബാധിതരാകുകയോ ചെയ്യുന്നത് ഈ ഗ്രഹദോഷത്തിന്റെ വലിയൊരു ലക്ഷണമാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന കരിനിഴലുകളോ ദുസ്വപ്നങ്ങളോ കണ്ട് നെഞ്ച് തകർന്ന് ഞെട്ടിയുണരുന്ന അവസ്ഥയും ഉണ്ടാകാം. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, പ്രപഞ്ചത്തിലെ ആ കരിനിഴൽ നിങ്ങളെ പിടികൂടിക്കഴിഞ്ഞു. എന്നാൽ ആപത്തുകൾ എത്ര വലുതാണെങ്കിലും അതിനെയെല്ലാം തടഞ്ഞു നിർത്താൻ ഭഗവാന്റെ നാമജപത്തിനാകും. ഈ ദോഷങ്ങളെ മറികടക്കാനുള്ള ആദ്യത്തെ മഹാപ്രതിവിധി എന്താണെന്ന് നോക്കാം. നമഃശിവായ ശാന്തായ കാരണത്രയ ഹേതവേ. ആപത്തുകൾ എത്ര കഠിനമാണെങ്കിലും അതിനെയെല്ലാം തടഞ്ഞു നിർത്താൻ ഭഗവാന്റെ നാമജപത്തിന് പ്രത്യേകമൊരു കഴിവ് തന്നെയുണ്ട്. ഈ 8 നക്ഷത്രക്കാരും ജൂൺ 26 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ ചില മഹാപ്രതിവിധികൾ നിർബന്ധമായും വീട്ടിൽ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സർവദോഷഹരമായ മൃത്യുഞ്ജയ മന്ത്രം. ദിവസവും രാവിലെയും വൈകുന്നേരവും ശുദ്ധിയോടെ കുളിച്ച് വീട്ടിൽ വിളക്ക് കൊളുത്തി 11 തവണ ഈ മന്ത്രം ജപിക്കുക. യമഭയത്തിൽ നിന്നും അപ്രതീക്ഷിതമായുണ്ടാകുന്ന വലിയ അപകടങ്ങളിൽ നിന്നും ഇത് നിങ്ങളെ കാത്തുരക്ഷിക്കും. ഇതുകൂടാതെ ശനിയുടെയും ചൊവ്വയുടെയും ക്രൂരദൃഷ്ടി മാറ്റാൻ ഏറ്റവും ഉത്തമം അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നതാണ്. ശനിയാഴ്ച ദിവസം കറുത്ത എള്ള് കിഴികെട്ടി എള്ളെണ്ണയിൽ വിളക്ക് കത്തിക്കുന്നത് കടുത്ത ദോഷങ്ങളെപ്പോലും ഇല്ലാതാക്കും. ആ സമയത്ത് ഈ മന്ത്രം ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നീലാംജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിലെ കരിനിഴലുകളെ അകറ്റി നിർത്താൻ സഹായിക്കും. എന്നാൽ രാഹുവിന്റെയും കേതുവിന്റെയും കടുത്ത ദോഷങ്ങൾ അനുഭവിക്കുന്ന ആയില്യം ചോദ്യ നക്ഷത്രക്കാർ ചെയ്യേണ്ട പ്രത്യേക പ്രതിവിധി മറ്റൊന്നാണ്.
രാഹുവിന്റെയും കേതുവിന്റെയും കടുത്ത ദോഷങ്ങൾ അനുഭവിക്കുന്ന ആയില്യം, ചോതി നക്ഷത്രക്കാർ ഈ ദിവസങ്ങളിൽ വീടിന്റെ ഉമ്മറത്തോ അല്ലെങ്കിൽ സർപ്പക്കാടുകളിലോ വൈകുന്നേരങ്ങളിൽ നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തുന്നത് അതീവ ഉത്തമമാണ്. വിശ്വസിച്ചവരിൽ നിന്നുണ്ടാകുന്ന കടുത്ത വഞ്ചനകളിൽ നിന്നും വിഷഭയത്തിൽ നിന്നും രക്ഷ നൽകാൻ ഈ സർപ്പപ്രീതി സഹായിക്കും. ഇതിനൊപ്പം തന്നെ ഹനുമാൻ ചാലിസ പാരായണം ചെയ്യുന്നത് ചോതി ഭരണി നക്ഷത്രക്കാർക്ക് ഒരു വജ്രകവചം പോലെ സംരക്ഷണം തീർക്കും. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഹനുമാൻ ചാലിസ ഭക്തിയോടെ ചൊല്ലിയാൽ മനസ്സിലെ ഭയവും നെഗറ്റീവ് ഊർജവും പമ്പ കടക്കും. വിധിയെ പൂർണ്ണമായി മാറ്റാൻ മനുഷ്യന് സാധിക്കില്ലായിരിക്കാം. എന്നാൽ വരാനിരിക്കുന്ന കടുത്ത മഴയെ തടയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കുടച്ചൂടി നമുക്ക് നനയാതെ രക്ഷപ്പെടാം. അതുപോലെ തന്നെയാണ് ഈ പ്രതിവിധികളും നമ്മൾ പുലർത്തേണ്ട ജാഗ്രതയും. ഈ വരുന്ന ജൂൺ 26 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ അമിതാവേശം പൂർണ്ണമായി മാറ്റിവെക്കുക. യാത്രകളിൽ കടുത്ത ശ്രദ്ധ പുലർത്തുക. പണം കൈകാര്യം ചെയ്യുമ്പോൾ പരമാവധി സൂക്ഷിക്കുക. എല്ലാറ്റിലുമുപരി ഈശ്വരചിന്തയോടെ മാത്രം മുന്നോട്ടു പോവുക. ഈ 8 നക്ഷത്രങ്ങളിലുള്ളവർ ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കാൻ മടിക്കരുത്. കാരണം ഒരു ചെറിയ ജാഗ്രത ചിലപ്പോൾ ഒരാളുടെ വലിയൊരു ആപത്തിനെ തടഞ്ഞേക്കാം. ഈ 8 നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രം ഉൾപ്പെട്ടിട്ടുണ്ടോ? വരാനിരിക്കുന്ന ഈ 5 ദിവസങ്ങളിലെ ഗ്രഹമാറ്റത്തെ നേരിടാൻ നിങ്ങൾ എത്രത്തോളം തയ്യാറെടുത്തിട്ടുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.